അതായത് ഒരു വ്യക്തിബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തിടുക്കം ഇവരിൽ കാണാറില്ല. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. വ്യക്തിത്വങ്ങൾ പല വിധത്തിലുള്ള പോലെ തന്നെ വ്യക്തിത്വ വൈകല്യങ്ങളും പല വിധത്തിലുണ്ട്. അതിൽ ക്ലസ്റ്റർ ബി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിനെ നമ്മൾ ഡ്രമാറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറയാറുണ്ട്. സാധാരണമായി ഈ വ്യക്തിത്വ വൈകല്യം കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്, കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. നേരത്തെ പേര് പറഞ്ഞ പോലെ തന്നെ ഡ്രമാറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം ആളുകൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ പ്രകടിപ്പിക്കുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടായിരിക്കും. ഇത്തരം ആളുകളുടെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ ആകർഷിക്കുവാനുള്ള ഇവരുടെ ഒരു തിടുക്കമാണ്. അതായത് ഒരു 10 ആളുകൾ ഉള്ള ഒരു ഗ്യാങ് ആണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടി ഏത് രീതിയിൽ ബിഹേവ് ചെയ്യാനും എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ പോലും ഇവർ മടിക്കില്ല. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ആവേശം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കാണിക്കാറില്ല. പെട്ടെന്ന് തന്നെ വേറൊരു കാര്യത്തിലേക്ക് ഇവരുടെ മനസ്സ് ചാഞ്ചാടിപ്പോവും. അത് തന്നെ ഇവരുടെ വ്യക്തിബന്ധങ്ങളിലും കാണാറുണ്ട്. അതായത് ഒരു വ്യക്തിബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തിടുക്കം ഇവരിൽ കാണാറില്ല. അതേപോലെ ഇവരുടെ സെക്ഷൽ ലൈഫിനെ പറയുകയാണെങ്കിൽ സെക്ഷൽ ഫാൻറ്റസീസ് ഒരുപാട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് സെക്ഷൽ ലൈഫിൽ ഇവർ വളരെ തണുപ്പൻ മട്ടിലുള്ള ഒരു പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നുണ്ടാവുക. ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സ്വഭാവം എന്നുള്ളതിലുപരി ഒരു മാനസിക രോഗ ചികിത്സ വഴിയോ കൗൺസിലിംഗ് വഴിയോ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ.